ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എന്താണെന്നല്ലേ, അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ നഗറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ക്ലീൻ ചെയ്ത ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കനും അതുപോലെ തന്നെ ബ്രെഡും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫസ്റ്റായിട്ട് ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ബ്രെഡിൻ്റെ 4 സൈഡിലും കട്ട് ചെയ്തിട്ട് ബാക്കി ഭാഗം വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരുപാട് കട്ടിയുള്ള ബ്രെഡൊന്നുമല്ല, സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും നമുക്കത് കളഞ്ഞേക്കാം. ഇൻ കേസ് കട്ടിയുള്ള ബ്രെഡൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ 4 സൈഡും കളഞ്ഞിട്ട് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ചിക്കൻ എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ കൂട്ടത്തിൽ ബ്രെഡും ഇട്ടിട്ട് അതും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അരച്ച് പേസ്റ്റ് വരുമൊന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടൊരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ്. പിന്നെ നമ്മളിടുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ വിട്ടുപോയി, അപ്പോൾ അതുകൂടെ ആഡ് ചെയ്യുവാണ്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പരന്ന പാത്രം എടുത്ത് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും കൂടെ ഒന്ന് പരത്തി തേച്ചിട്ട് അതിലേക്ക് നമ്മൾ ആ മിക്സ് വെച്ചിട്ട് നന്നായിട്ട് പരത്തി എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഷേപ്പാക്കി എടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പം കയ്യിലൊട്ടാതിരിക്കാനാണ് കുറച്ച് എണ്ണ കൂടെ ചേർക്കുന്നത്. അങ്ങനെ നമുക്കിത് പരത്തി നന്നായിട്ട് എടുക്കാം. അപ്പം ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് സ്ക്വയർ ഷേപ്പിൽ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് പരത്തി കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് ഇഷ്ടമുള്ള ഷേപ്പാക്കാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് സ്ക്വയറാക്കി കൊടുക്കുന്നുണ്ട്. ചെറിയ സ്ക്വയറാക്കിയാണ് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഇതിനകത്തോട്ട് മുട്ടയും ബ്രെഡ് ക്രംസൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ടിട്ട് ഒരുപാട് കട്ടി ഇല്ലാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഓരോന്നാക്കിയിട്ട് ജസ്റ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം ഞാൻ തയ്യാറാക്കിയ ആ ഒരു മിക്സ് പെർഫെക്റ്റ് ആയതുകൊണ്ടിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ അത് കിട്ടുന്നുണ്ട്. കാരണം എണ്ണ തേച്ചാൽ പോലും നല്ല പെർഫെക്റ്റ് ഷേപ്പ് കിട്ടാത്ത കണ്ടീഷൻസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഷേപ്പ് പോകും. അപ്പോൾ അങ്ങനെ പോകാണ്ടിരിക്കാൻ നമ്മൾ ഇങ്ങനെ ഒരു കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല ഹാർഡായിട്ട് കിട്ടും. അപ്പം ഇപ്പോൾ കൈ കൊണ്ട് ഞാൻ കുറച്ച് ഷേപ്പ് ചെയ്തും എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് വെറൈറ്റി 1-2 ഷേപ്പ് കൂടി ഇരുന്നോട്ടെ അല്ലേ. അപ്പോൾ ഇനി ഒരു പാത്രത്തിൽ 1-2 മുട്ട എടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അടുത്ത പരിപാടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു മിക്സ് എടുത്തിട്ട് ജസ്റ്റ് ഒരു മൈദയിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് അതിന് ശേഷം മുട്ട ആഡ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ ഉള്ളൂ പരിപാടി. ഫസ്റ്റ് മൈദയിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യുക, ദെൻ മുട്ടയിൽ പിന്നെ ബ്രെഡ് ക്രംസ്. അപ്പോൾ എല്ലാം ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എളുപ്പമല്ലേ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെട്ടൊരു സ്നാക്കാണ് നഗറ്റ്സ്. കടയിൽ നിന്നൊക്കെ നമ്മളിത് വാങ്ങുവാണെങ്കിൽ 6 പീസ് 12 പീസിനൊക്കെ ഭയങ്കര റേറ്റാണ്. പക്ഷേ എന്നാൽ ഇത് വളരെ തുച്ഛമായ റേറ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം, കടയിൽ വാങ്ങുന്ന അതേ രുചിയിൽ. അപ്പോൾ എന്തായാലും ഞാൻ ഒരു പാൻ വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാം അല്ലേ. ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യരുത്. കാരണം ചിക്കനാണ് ജസ്റ്റ് നമ്മൾ അരച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്ന് വേവ് വരാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഇത് നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി പരുവമാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു റൗണ്ട് ഷേപ്പിൽ എടുത്തതാണ് ഇപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തത് സ്ക്വയർ ഷേപ്പിൽ എടുത്തത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഇത് ഒന്ന് പൊങ്ങി വരുന്നത് പോലെ കാണാം. അപ്പം കുറച്ചും കൂടെ ഒരു വലിപ്പം തോന്നിക്കും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതിനെക്കാട്ടി. കണ്ടോ, അപ്പം കറക്റ്റ് നമ്മളുടെ മിക്സ് ശരിയായെന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് വയറ് നിറയെ കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസും ഒന്നും
ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ ദേ നമ്മളുടെ നഗറ്റ്സിൻ്റെ ഫ്രൈയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കഴിച്ച് നോക്കാം അല്ലേ. നമുക്ക് ഈ മിക്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ 2-3 ദിവസത്തേക്കൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ചിക്കൻ നഗറ്റ്സിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചായയും ചിക്കൻ നഗറ്റ്സുമാണ് ഇപ്പോൾ ഈവനിങ്ങിൽ കഴിക്കാനുള്ളത്. അപ്പോൾ ദേ നല്ല ക്രിസ്പി ആയിട്ട് അകത്തൊക്കെ നന്നായിട്ട് വെന്ത നല്ല അടിപൊളി ചിക്കൻ നഗറ്റ്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.